കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് വീഡിയോ ഇടാൻ കഴിഞ്ഞത്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആക്സസറീസ് ബൊക്കേൻ്റെ വീഡിയോ ആണ്. ആക്സസറീസൊക്കെ മുന്നേ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എന്തോ തിരക്കാരണം വേഗം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത ശേഷം സല്ലോ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ബൊക്കെ ഷീറ്റ് ഞാൻ 2 എണ്ണമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ബൊക്കെ ഷീറ്റ് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ 2 ബൊക്കെ ഷീറ്റിന് അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല ബൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ബൊക്കെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ബൊക്കെ ഷീറ്റ് ആദ്യത്തെ ഷീറ്റ് 8 പീസായിട്ട് കട്ട് ചെയ്യണം. ഞാൻ 4 പീസാണ് ഫസ്റ്റ് ടൈമിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെയ്യുന്ന ടൈമിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ആദ്യത്തെ പീസ് എപ്പോഴും 8 പീസ് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് 3 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. കട്ട് ചെയ്യുമ്പോൾ ഞാൻ മടക്കുന്ന രീതിയിൽ മടക്കി കട്ട് ചെയ്താൽ മതി. ഒരു സൈഡിൽ നിന്ന് മടക്കിയിട്ട് മറ്റേ സൈഡ് അതിൻ്റെ മുകളിൽ കൂടെ വരുന്ന രീതിയിൽ നോക്കി അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ രണ്ടാമതായി കട്ട് ചെയ്ത ഷീറ്റിൻ്റെ നടുക്കത്തെ പീസ് എടുത്തിട്ട് ഇതേമാതിരി കോണ് മടക്കി കൊടുക്കുക. ഞാനിപ്പോൾ 2 ഷീറ്റ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മുകളിലോട്ട് കോർണർ കയറി നിൽക്കാഞ്ഞത്. അപ്പോൾ 3 ഷീറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇത് അത്യാവശ്യം വീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുകളിലോട്ട് കുറച്ച് ഇങ്ങനെ അതിൻ്റെ കോൺ വശം കയറി നിൽക്കും. അപ്പോഴാണ് ഭംഗി. ഇതും ഭംഗിക്കുറവ് ഉണ്ടെന്നല്ല, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ അത് കിട്ടലുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ തെർമോക്കോള് അത്യാവശ്യം കട്ടിയുള്ള ഒറ്റ പീസായതുകൊണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് സെല്ലോ ടാപ്പിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് അത്ര അങ്ങനെ അത് വെച്ചിട്ട് അതിൻ്റെ പൊടി വന്നിട്ട് അത്ര ഡിസ്റ്റർബൻസ് ഇല്ലായിരുന്നു. നിങ്ങൾ നോർമൽ തെർമോക്കോൾ കട്ട് ചെയ്ത് ജോയിൻ്റാക്കി, അതായത് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഫുള്ള് സെല്ലോ ടാപ്പ് ചെയ്തിട്ട് ചെയ്യലാണ് ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യുന്ന ടൈമിൽ.
മേക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് വീഡിയോന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എല്ലാം സ്പീഡിലൊന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കുത്തി ഏകദേശം ഈ രീതിയിൽ മതി നമ്മുടെ ബൊക്കെയെന്ന് മനസ്സിലായ ശേഷം വീണ്ടും ഇളക്കിയിട്ട് ഓരോന്നും ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലാണ് നല്ലത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് കിടക്കും. ഞാൻ ഫസ്റ്റ് ബൊക്കെ ചെയ്ത ടൈമിൽ ഈ ബൊക്കയ്ക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ അബദ്ധം പറ്റാണ്ടിരിക്കാനാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്ത സമയത്ത് ഫസ്റ്റ് ടൈം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് വിട്ടു. കുഴപ്പമില്ലല്ലോ, നന്നായിട്ട് സ്റ്റിക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടു. അവസാനം കസ്റ്റമർ വാങ്ങിക്കാൻ വന്ന് ഞാൻ എടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ ഇതിന് ഇങ്ങനെ ഇളകിപ്പോരുന്നുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും അവരോട് പറഞ്ഞു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തോ, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരെ ഇരുത്തിയിട്ട് അങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓർഡർ. അപ്പോൾ അതിന് ശേഷം എപ്പോഴും ഞാൻ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യും. അവസാനം ഈ ഓർഡർ ചെയ്തപ്പോഴും എനിക്ക് കറക്റ്റ് ഇങ്ങനെ ഓരോന്നും സ്റ്റിക്ക് ചെയ്യാൻ മറന്നുപോയി. അവസാനം പിന്നെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്റ്റിക്കായി പോയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലുള്ളത് ഊരിയാൽ അതും ഈ സ്റ്റിക്ക് ചെയ്യാൻ പാടാ. അങ്ങനെ പിന്നെ എല്ലാത്തിൻ്റെയും ഇടയിൽ കൂടെ എങ്ങനെയോ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഓരോന്നും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത ശേഷം രണ്ടാമത്തേത് സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫ്ലവർ അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും നമ്മുടെ ബേബി ബർത്തിൻ്റെ ഫ്ലവറില്ലേ അതുണ്ടാകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ഹാമ്പറിലോട്ടാണെങ്കിലും എന്തിലോട്ടാണെങ്കിലും ബേബി ബർത്തിൻ്റെ ഫ്ലവർ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ നമുക്കിവിടെ അവൈലബിൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഫ്ലവർ ഷോപ്പ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് എപ്പോഴും പോയിട്ട് പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരാൻ അങ്ങനെ ഷോപ്പൊന്നുമില്ല, ഫ്ലവർ ഷോപ്പ്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും. അത് നല്ല റേറ്റ് ഉണ്ട്. അത് തന്നെ റേറ്റിന് വാങ്ങിച്ചാലും കുറച്ചേ ഉള്ളൂ. എന്നാലും ചില നേരത്തെ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യലുണ്ട്. ഒരു പ്രാവശ്യം ഡ്രൈ ബേബി ബർത്തിൻ്റെ കിട്ടി. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് 1 മാസം നിന്നു. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പൂപ്പലടിച്ചടിച്ച് അങ്ങനെ ഫുള്ള് കേടായിപ്പോയി. അത് കാരണം പിന്നെ ഇത് പിന്നെ പർച്ചേസ് ചെയ്തില്ല. ഒരു പ്രാവശ്യം വീണ്ടും നോക്കി, അപ്പോൾ അവൈലബിൾ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് വിട്ടു. കാരണം വേഗം കേട് വരുന്നുണ്ട് അങ്ങനെ.
നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ വന്ന എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ടിപ്സും ട്രിക്സും അറിയാമെങ്കിലും എനിക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യേണ്ടതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.